ഈ ഭൗതികവാസത്തിൽ നിന്ന് യാത്രയാകുന്ന പിതാവിനെ സഭ നിശ്ചയിച്ചിരിക്കുന്ന പ്രാർത്ഥനകളോടുകൂടെ യാത്രയാക്കുന്ന ഇത്രയും ഗൗരവമുള്ള ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കേണ്ടതുമായ ഒരു കാര്യം നമ്മളെല്ലാവരും ചേർന്ന് സഭയായി നിവർത്തിക്കുകയാണ്. മരിച്ചവരുടെ സംസ്കാരത്താൽ നീതീകരണം പ്രാപിക്കുക എന്ന സഭ ഓരോ ശവസംസ്കാരത്തിലും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. യോഗ്യമായ സഭയുടെ നീതമായ ശുശ്രൂഷകളോടുകൂടെ സംസ്കരിക്കപ്പെടുന്നത് ഭാഗ്യമാണെന്നും അങ്ങനെ ആരാണോ നിർവഹിക്കുന്നത് അവർക്കത് നീതീകരണത്തിന് ഹേതുവായി തീരും എന്ന് സഭ പറയുന്നു. നീതീകരണം എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം നിങ്ങൾ കുറ്റരഹിതരാണ് എന്ന് സാക്ഷാൽ ന്യായാധിപനായ ദൈവം നമ്മോട് അറിയുന്നതിനെയാണ് നീതീകരണം എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഒരു പുരുഷായുസിന്റെ സമ്പൂർണത എന്ന് വേണമെങ്കിൽ പറയാം. 84 വയസ്സായാലും ശതാഭിഷേകം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ 1 വർഷം കൂടിയായി 1000 പൂർണ്ണചന്ദ്രന്മാരെയും കണ്ട് പിന്നെയും പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. രോഗാവസ്ഥയിലായങ്ങനെ ദീർഘനാൾ കിടന്നുകൊണ്ട് അദ്ദേഹം എല്ലാവരും ഒരു വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ തോന്നും. പേര് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ തന്നെ കച്ചവടമാണെന്നൊന്നുമല്ല, എങ്കിലും വിളിച്ച് കൂട്ടിക്കൊണ്ട് കൈപിടിച്ച് പോകുന്നത് പോലെ തോന്നും. അദ്ദേഹം രോഗിയായി കിടന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-3 ദിവസം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പ്രധാന കാര്യം എല്ലാ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട്. ഏറ്റവും ദൂരെയുള്ള ആൾ പോലും ഇവിടെ വന്ന സമയം കേവലം ഒരു യാദൃശ്ചികമായ കാഷ്വലായിട്ട് സംഭവിച്ചതാണെന്ന് ചിന്തിക്കരുത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഒരു ദൈവ നിയോഗം ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് പറയുന്നതും ഇവിടെ നിഷ്ക്രമിക്കുന്നതും ഒക്കെ വെറുതെ ഒരു കാറ്റ് പോലെ നടക്കുന്ന കാര്യമില്ല. ഇതിനെല്ലാം അറിഞ്ഞ് നിയന്ത്രിച്ചു എല്ലാത്തിൻ്റെയും ഉടക്കവും ഒടുക്കവും വളർച്ചയും എല്ലാമായ സർവജ്ഞനായ ദൈവത്തിൻ്റെ നിയോഗവും പ്രവർത്തനവുമാണ് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം ഈ ഹെൽപ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ചെയ്യാൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. കുടുംബത്തിലെ അനൗദ്യോഗിക ജീവിതത്തിലും ഓഫീസിൽ പോയാൽ അത് ഔദ്യോഗികം, വീട്ടിൽ നിന്ന് ഔപചാരികളെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുടുംബം പുലർത്തി അദ്ദേഹം നല്ലൊരു പൗരാണികതയുള്ള ചരിത്രമുള്ള ഒരു കുടുംബത്തിൽ കുറിച്ച് കുടുംബത്തെ വളർത്തി അദ്ദേഹത്തിന് 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം നൽകി അവരാണ് നടത്തിയിരിക്കുന്നത്. അവരുടെ 2 പേരുടെയും ശുശ്രൂഷ ഏറ്റു വാങ്ങി അതീവ ശാന്തരായി യാത്ര പറഞ്ഞ് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു പോകുന്നത് പോലെ തന്നെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഒരു സംസ്കാരത്തിന് പോയതുമായിട്ട് സിംഗപ്പൂരിൽ ഞാനത് പറഞ്ഞു. ഒരു 3 ആഴ്ച മുമ്പേ സിംഗപ്പൂരിൽ പോയിട്ട് മലേഷ്യയിൽ കൂടി എനിക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ മലേഷ്യയിൽ ചെല്ലുമ്പോൾ വളരെ പ്രായം ചെല്ലുക അനച്ചു പ്രകാശിനെ ബന്ധുവും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ പോകാം എന്ന് പറയുന്നു. രാവിലെ പോകാൻ കുറേ ദിവസം അതിരാവിലെ പോകണമെന്ന് വേഗം വേണം, വളരെ സീരിയസ് ആണ്. ഞാൻ കൂടെ പോയി വളരെ ദൂരെയുള്ള സ്ഥലത്താണ്. ചിലപ്പോൾ ഇതും പോയിട്ടുള്ളതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം സമയമായി എന്ന് ഡോക്ടർ പറഞ്ഞു. ഉച്ചനിരിക്കുകയായിരുന്നു. അന്നേരം എന്തോ എൻ്റെ മനസ്സിൽ തോന്നി നമ്മുടെ രീതി മനസ്സിൽ വന്നു
വലങ്കയിൽ ഞാൻ വെച്ചു അമ്മയ്ക്ക്. അതൊക്കെ ഒരു മക്കളൊക്കെ ചുറ്റും എല്ലാം ലണ്ടനിൽ നിന്ന് നടക്കും. കുട്ടിയോട് ഞാൻ പറഞ്ഞു, I believe the Father, Son and the Holy Spirit, one true God. എന്നിങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. കഥ കഴിയുമ്പോൾ അടച്ചു. എൻ്റെ ആഴ്ചകാലമായിട്ട് അങ്ങനെ ഞാൻ കാണുന്നതും ചെയ്യുന്നത് അവർ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ വിശ്വാസത്തോടാണ് ചൊല്ലി. ഒസ്താദ്യത്തിൻ്റെ അതിനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു. ഞാൻ ഓർമ്മില്ല, ഈ മലേശ്വര അടക്കമില്ലായിരുന്നില്ലേ ഒസ്താദ്യത്തിനെ സീരീസാണ്. അപ്പോൾ വിശ്വാസാവസ്ഥയോടെ ചോദിച്ചു എങ്ങനെയാണ് പോയി പുറത്തോട്ട് ഞാനെല്ലാം അങ്ങനെ ഓരോരുത്തരെല്ലാം വിട്ടു കൊടുത്തു. അതിറക്കി അവസാന ദർശനം കണ്ടു. ഞാൻ ഒരുപാട് പ്രാർത്ഥന ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പോയി. ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ സ്ഥിതിയാണ്. ഒരാളുടെ അന്ത്യം കൊണ്ടാണ് അതായത് പുറകോട്ടുള്ള ജീവിതത്തെ മുഴുവൻ നിലനിർത്തുന്നത്. ജീവിതാവസാനങ്ങളുടെ കാരണം വാക്ക് മുഴുവൻ നമ്മളെ സ്പർശിക്കത്തക്കവണ്ണം വിലയിരുത്തുവാൻ അദ്ദേഹം ഫുൾ ലൈഫ് ഞാൻ പറഞ്ഞു. 85 വയസ്സ് ജീവിച്ചതുകൊണ്ട് മാത്രമല്ല തളർന്ന് ജീവിക്കുന്ന അദ്ദേഹം കാണാം. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത പൂർണ്ണതയിൽ ശാന്തനായി ഇവിടെ വാങ്ങുമ്പോൾ എന്തൊക്കെയോ ഇവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെയോ കൊണ്ടുപോകുന്നു. ഇത് രണ്ടും ശരിയാണ്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും നമ്മൾ ആ പാവത്തിരിക്കുന്നതും ഈ ഭൂമിയിലേക്ക് യാതൊന്നും നമ്മളായി കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ യാതൊന്നും കൊണ്ടുപോയില്ല. അത്തരം സകല പുസ്തകക്കാരൻ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ പലരും കൊണ്ടുപോകും. അങ്ങനെ Wordsworth trailing clouds of glory will come from God who is our home. മരണമില്ലായ്മയുടെ പ്രഭ എന്നൊരു കാര്യം ഇപ്പം വായിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. മരണമില്ലായ്മയുടെ പ്രഭ അതൊരു വലിയ പ്രഭാപൂരമാണ്. മരണമില്ലായ്മയുടെ സ്ഥിതി അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുന്നതാണ് ആളുകൾ. അവർ വരുമ്പോൾ തന്നെ ഈ പ്രഭയുടെ അതുകൂടെ ഉണ്ടാകും. ട്രെയിനിങ് ക്ലൗഡ്സ് ഓഫ് ഗ്ലോറി വിൽ കം ആൻഡ് ഗോഡ് ഈസ് അവർ ഹോം. ആ ഹോം എന്നുള്ളതാണ് എന്നെ സ്മരിച്ചത്. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യാത്രയാത്ര നിരാതെ വിശ്വസിച്ചുകൊണ്ടാണ് ഒടുവിലാണ് സങ്കീർത്തനം പറയുന്നത്, Lord, you have been our home for generations. ഇതിനേക്കാൾ ഭംഗിയായി പരിഭാഷ ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ പോലും നമ്മൾ ശരിയാകുന്നില്ല. തലമുറകളായി ഞങ്ങളെ സങ്കേതം ഉപയോഗിച്ചു. ശരിയായ അർത്ഥം എന്തായാലും ഇംഗ്ലീഷിൽ അത് സുന്ദരമാണ്. ഞങ്ങളെ സ്വാസിക്കും. Lord, you have been our home for generations. എല്ലാ തലമുറകളിലും ഞങ്ങൾക്ക് നീയാണ് വീട്. വീടിന്റെ ഉടനെ ഒരു വ്യക്തിയെ കൂട്ടി കാട്ടുണ്ടാവുന്നത് ഈശ്വരനെ നോക്കിയാണ് പറയുന്നത്. അന്നാണ് വീട്. ആ വീട്ടിൽ നിന്ന് വന്ന് ആ വീട്ടിലേക്ക് മടങ്ങും. യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ അറിവുകൾ അദ്ദേഹത്തിന്റെ യാത്രയെ പറ്റി, യാത്രയുടെ ആകൃതി കംപ്ലീറ്റ് ആകുന്നത് പിതാവിൽ നിന്ന് വന്നു തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നു അറിവുകളുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ അറിവ്. എവിടെ നിന്ന് വന്നു എങ്ങോട്ട് മടങ്ങുന്നു എന്ന് നല്ല അറിവുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഒരാൾ പോലും എംറ്റി ഹാൻഡ് ഒഴിഞ്ഞ കൈയോടെ പോകുവാൻ പാടില്ല. അദ്ദേഹം ഒഴിഞ്ഞ കൈയോടെ അല്ല പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് കഥ പറയാനുള്ള മുന്നോട്ട് ഒന്നും കൊണ്ടുവന്നില്ല. നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല. പറയാറുണ്ട് കേൾക്കാൻ സുഖമാണ്. അവർ കൊണ്ടുപോകാൻ വേണം. എന്താ കുറ്റമായി നോക്കുക? അതിങ്ങനെ വളരെ സന്ദർഭങ്ങളിൽ പുറത്തുമായിരിക്കാം, പുറത്തുമില്ലായിരിക്കും. നമ്മളിവിടെ എന്തെങ്കിലും സൗഹൃദങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണും. അപ്പുറത്തേക്ക് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ വളരെ ഹൃദയസ്പർശിയായി പറഞ്ഞിരിക്കുന്നു. കർത്താവ് രണ്ടാമത് വരുമ്പോൾ സഹോദരന്മാർ അവരുടെ ക്ഷതങ്ങൾ അവർ കേട്ടിട്ടുള്ള വെട്ടും കുത്തും പറയും. അതാണ് അവർ കൊണ്ടുപോകുന്ന കാഴ്ച. രാജാവിന്റെ മുമ്പിൽ ഓഫറിംഗ് വെക്കാൻ പോകും. അതുപോലെ വലിയ സന്യാസ പിതാക്കന്മാരും ത്യാഗികളും അവരുടെ ജീവിത വിശുദ്ധി നിഷ്ഠ എന്നത് കാഴ്ചയായിട്ടുണ്ടാകും. ഇത്രയൊക്കെ വായിച്ചു കഴിയും. ബാക്കി പുസ്തകത്തില്ലാത്തൊരു ഭാഗം ഞാൻ പറയാം. അത് വായിക്കുന്ന ആളോർക്കണം. രഹസ്യപ്രാർത്ഥന വായിക്കുന്ന
വായിക്കുന്നയാൾ ഓർക്കുന്നു, എനിക്ക് എന്തെങ്കിലും വെക്കാനാണോ അവിടെ. രക്തസാക്ഷികൾ അവരുടെ ദൈവമേ കൊണ്ടുപോകും. വളരെ പവിത്രമായി ജീവിച്ചവർ അവർക്ക് കൊണ്ട കാഴ്ചവെക്കാനുണ്ട്. അന്ന് എന്തെങ്കിലും കാലം ഒന്നിനും കാഴ്ചവെക്കാൻ നമ്മൾ പറയും, ഒന്നും വരാനില്ല, കന്നക്കടലിനുള്ള കാണിച്ചു, രണ്ടുപേരുടെ കണ്ണിയിരുന്നാൽ ആദ്യമൊന്നുമില്ല, നാട്ടുകുട്ടിയില്ല, ഒന്നും തരാനില്ല, എനിക്കൊന്നുമില്ല, രണ്ടുപേരുടെ കണ്ണീർ കാഴ്ചവെക്കുന്നു. ഇതെല്ലാം കൂടുതൽ അദ്ദേഹം കൈ നിറയെ സമ്പാദ്യങ്ങളുമായി, അതായത് ചെയ്ത സൽക്രിയകളുടെ നിക്ഷേപവുമായി അപ്പുറത്തേക്ക് നടന്നു യാത്ര പോവുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ പ്രത്യാശയോടുകൂടെ യേശുക്രിസ്തുവിന്റെ വരവിൽ ഉടലെടുക്കാനുള്ളതാണ്. ഈ ശരീരം ഇപ്പോൾ അത് ബലക്ഷയത്തിൽ ബലഹീനതയിൽ വിവരിക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ എഴുന്നേൽക്കുന്നതൊക്കെ വായിച്ചു. ഇപ്പോൾ ബലഹീനതയിലാക്കാണ്, ഹെൽപ്ലെസ്. നമ്മൾ ഹെൽപ്ലെസ്സാണ്, നമുക്ക് തോന്നും, അങ്ങനെ ഹെൽപ്ലെസ് ഒന്നുമല്ല. പുനരുദ്ധാനം ചെയ്യാനുള്ളതാണ് എന്നുള്ള അറിവോടുകൂടി നമ്മൾ ചെയ്യുന്നത് വളരെ പ്രത്യാശയോടും വളരെ പ്രതീക്ഷയോടുകൂടെ ഈ ആത്മാവിനെ തിരിച്ചങ്ങോട്ട് യേശുക്രിസ്തുവിന്റെ കൈകളോട് വെക്കി, അതായത് നാമണിയുന്ന കാര്യം. ചിലരുടെ പരമായിരുന്നു, അവരുടെ നിത്യമായിരുന്നു, അവരുടെ പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നതുമല്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആത്മാവിനെ തിരിച്ചങ്ങോട്ട് കൊടുക്കുക. നിസ്സാര കാര്യങ്ങളാണ് ദൈവം തന്നദാനം. 8-15 കാലം തമ്മിൽ ദാനത്തിൽ തിരിച്ചങ്ങോട്ട് സന്തോഷ അശ്രുക്കളോടുകൂടി ഇന്നത്തെ കണ്ണീര് പ്രാർത്ഥന. ആ മെഴുകുതിരി ഒരുങ്ങി അങ്ങോട്ട് വീഴുന്നത് കണ്ണീരുമ്പോൾ, അപ്പോൾ ഇങ്ങനൊരു വിടവാങ്ങലിലെ കണ്ണീര് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും കണ്ണീരും കൂടിക്കഴിഞ്ഞാൽ അതിനോട് എതിരിടാനായിട്ട് ഒരു ശക്തിയുണ്ടാകും. പ്രതിരോധിക്കാനാവാത്ത ശക്തിയാണ് കണ്ണീരിൽ ഉടച്ചെടുത്ത പ്രാർത്ഥന. അതിനൊരു രംഗം കണ്ടില്ലാത്ത നമുക്ക് മനസ്സിലാവുക. നമ്മൾ പറയും ഉപവാസവും പ്രാർത്ഥനയും നല്ല കൂടുതൽ തന്നെ പറഞ്ഞു. കണ്ണീരിൽ നനച്ചെടുത്ത പ്രാർത്ഥന പോലെ അത്ര അധികം മൂച്ചുകളൊന്നുമില്ല, അതിനെ പ്രതിരോധിക്കാനും പ്രയാസം. അങ്ങനെ ഒരു കാര്യത്തോടുകൂടി വേണം പിന്നെ നമ്മൾ പ്രത്യാർപ്പണം ചെയ്യുക. എനിക്ക് അദ്ദേഹത്തെ തലേ ദിവസം രാവിലെ കടന്നു പോയത്, അതിൻ്റെ തലേ ദിവസം വൈകിട്ട് ഞങ്ങൾ പോയി. രാവിലെ വന്നാലും അദ്ദേഹം ഒരു സൗകര്യം കിട്ടിയാൽ പുറത്തേക്ക് പോയി പന്തളമാണ്. അദ്ദേഹത്തെ കണ്ണിങ്ങനെ തുറന്നു വെച്ചു. പുതിയ കാണും തുറന്നു വെച്ചാൽ തുറന്നു കണ്ടു. സംസാരിക്കാനാവുന്നില്ല, കണ്ടു. രണ്ടുപേരെ കണ്ടു. ആദ്യത്തെ രാവിലെ കുറിച്ച് പിഴ വാങ്ങി. അത് വളരെ ഭാഗ്യകരമായി എനിക്ക് തോന്നി. അദ്ദേഹത്തിന് നല്ല അസുഖമുണ്ടായി. ഞങ്ങൾക്ക് തുടർന്ന രീതിയിലൊക്കെയാണ് ഈ പ്രായത്തിലൊക്കെ വളരെ സൂക്ഷിക്കേണ്ടത്. അതിന് വലിയ ഇഷ്ടം. പക്ഷേ അദ്ദേഹത്തിനും ഞങ്ങൾക്കെല്ലാം അഭിമാനിക്കുവാനുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു മിനിറ്റ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്ക് കൂടി 10 വർഷമായി കാണുന്നത്. 8 വർഷം മുമ്പാണ് മദ്രാസിൽ ഒരു വിവാഹ കൂടാശനായിട്ട് കോലക്കൂടെ. അത് കഴിഞ്ഞ് പോയപ്പോൾ ഒരാളൊന്ന് പരിചയപ്പെട്ടു. ആളാണ് രണ്ടുപേർ പരിചയപ്പെട്ടത്. ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് എടുക്കുന്നത് ചോദിച്ചു. ഒന്നുമല്ല, വേറെ ഒരാളാണ്. നിങ്ങൾ രണ്ടുപേരും നഷ്ടപ്പെടുത്തേ. രണ്ടുപേരും എനിക്ക് എല്ലാവരുടെയും പേരുണ്ടോ ജോൺ വർഗീസ് എവിടെയാണ്. അത് എന്നോട് പരിചയപ്പെട്ട് നിൽക്കാൻ പേര് ജോൺ വർഗീസാണ്. അപ്പോൾ കല്യാണത്തിന് വന്നതാണ്. ഞാൻ ചോദിച്ചു എവിടെയാണ്, എവിടെ നിൽക്കുക? ന്യൂസിലൻഡിൽ നിന്നാണ്. പോയിട്ടില്ല, വീട്ടിട്ട് ചക്കയടുത്താണ്, അന്റാർട്ടിക്കയുടെ അടുത്താണെന്ന് അറിയാം. അതിപ്പോൾ സ്ഥലമാണ്. ഇപ്പോൾ കൗതുകം ചോദിച്ചു വേറെ ആരെങ്കിലും ഉണ്ടോ മലയാളികളൊക്കെ? കുറേ ഉണ്ട്. ചോദിച്ചു ഓർത്തഡോക്സുകാരുണ്ട്. അപ്പം നിങ്ങളെങ്ങനെ ആരാധനയാണ്? നമ്മുടെ ആരാധനയൊക്കെ ഞങ്ങൾ കൂടി പാട്ടുപാടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തോട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചാണ്. പിന്നീട് 10 വർഷമോ 11 വർഷമോ നടന്ന സംഭവമാണ്. അങ്ങനെയാണ് ഞാൻ ന്യൂസിലൻഡിൽ പോകുന്നതിന് ഒരു അച്ഛനോടൊക്കെ അവിടെ അപശ്ശേരിൽ പരിശുദ്ധ യുവരാസ്യത്തിൻ്റെ പേരിൽ ഒരു പാരിഷ് ഫോൺ ചെയ്ത് അച്ഛനെ പുറത്തേക്ക് അച്ഛനെ ആക്കിയതിന് ശേഷം ഞാൻ പോയി. അവിടെ പോയി അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കൂട്ടമുണ്ട്, ഒരു ജലശി. അതിൽ ഒരു ഇടവകയായിട്ട് അത് പ്രഖ്യാപിച്ച്
അവിടെ ബിരിയാണി അന്ന് മുതൽ ഇന്ന് വരെ അവിടെ കുർബാന നടക്കുന്നത് മാത്രമല്ല മസ്ജിദിൽ എന്ന് പറയുന്ന എന്നും അതിൻ്റെ AC ആവട്ടെ ചൂടില്ല എന്നും നടക്കുക ഇറ്റാലിയ താമസിക്കാൻ പല പ്ലേസ് അവിടെ 4 സ്ഥലത്ത് കുർബാന നടക്കുന്നു. വലിയ രാജ്യത്തിൻ്റെ 4 സിറ്റികളിൽ കുർബാന നടക്കുന്നുണ്ട്. ഒരച്ഛനേ ഉള്ളൂ, ചിലപ്പോഴാണ് രണ്ടച്ഛന്മാരെ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് പരിചയപ്പെട്ട ആളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിന് മുമ്പ് അറിയാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാൻ വേണ്ടി പരിചയപ്പെട്ടു. അത് കേട്ടപ്പോൾ ആ പേര് 2 അക്ഷരത്തോട് സുഖം ഇന്ത്യയിൽ സുഖമൊക്കെ കേട്ടിട്ടുണ്ട്. സുഖം അറിയില്ല. ഞാൻ വളരെ നേരത്തെയാണ് വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമായി ഇങ്ങനെ 7 വർഷത്തേക്കാളും ഒരു പാരീഷ് അന്ന് മുതൽ പള്ളിയായിട്ട് ഇപ്പോൾ പള്ളിക്ക് കാലമായിട്ട് വന്നിരുന്ന ബോധനം പള്ളി ഗ്രാമീണങ്ങളിലൊക്കെ സർവീസ് നടത്തിക്കൊണ്ട് ഇപ്പോഴും അങ്ങനത്തെ പള്ളി ആകണം. ഇനി അന്ന് അദ്ദേഹം നോക്കുവാൻ വേണ്ട പള്ളിക്കൊക്കെ വാങ്ങിക്കുന്നത് നേരെ തിരിച്ചറിഞ്ഞതിനെ കഴിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന രഹസ്യം കൊടുത്തിട്ടാണ് ചോദിച്ച് വളരെ കാര്യമില്ല. അങ്ങനെ ഒരു പള്ളിക്ക് വേണ്ടി തുടക്കം എഴുതുന്നത് വരെ നോക്കായിരിക്കുമെന്ന് നിശ്ചയിച്ച ഒരാളാണ് ഈ രാമചന്ദ്ര മകൻ സൂര്യ. ഇത് പള്ളിയിൽ നിന്നൊരു പറയണം പറയാം. അന്ന് മുതൽ അദ്ദേഹം ഒന്ന് കോളേജിലുള്ള കാശ് മുടക്കി ഒരു ഗ്രൂപ്പുണ്ടെങ്കിൽ വലിയ ഒരു ഭാഗത്തെല്ലാം നിലനിൽക്കുന്നത്. അദ്ദേഹം കുറേ മുമ്പിലും നഗരത്തിലും എല്ലാത്തിനുമുണ്ട്. അന്ന് മുസ്ലിം പള്ളി ഉണ്ടായി നിലനിൽക്കുന്നതിന് പ്രധാന കാരണക്കാരൻ ഇദ്ദേഹമാണ്. ഞാൻ പൊതുപ്രായം വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം എല്ലാവരും വളരെ തിരിക്കുന്ന വിശ്വാസം. ഞാൻ 2 വർഷം പറഞ്ഞു പോകുന്നു എന്ന് കഴിയുന്നത് കഴിഞ്ഞ മുമ്പിൽ 10 വർഷത്തെ പക്ഷേ ഓടി ആഴ്ച അറിവുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നമ്മൾ പോയി ഈ കാര്യങ്ങളിലെല്ലാം മദ്രാസ് ഭദ്രാസനത്തിൽപ്പെട്ട ഇപ്പോൾ ന്യൂസിലൻഡ് രാജ്യത്തിലെ സെന്റ് അനീഷ്യസ് പള്ളികളുടെ നെടുങ്കൂണായിരുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് അതിനെ ഞാൻ ദൈവത്തിന് പറഞ്ഞു. അങ്ങനെ ഒരാൾ പ്രവർത്തിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പരിചയം സുന്നൂരിലൂടെയും ജീവിലൂടെയും അദ്ദേഹത്തെ പറയുന്നത്. പിന്നെ ഇനിയുടെ വിവാഹം നടത്താൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു കുടുംബബന്ധം പോലെയാണ് ആയിക്കോ എന്ന് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഞങ്ങൾ നടക്കില്ല. മുസ്ലിം ഇനി പള്ളി ഉണ്ടാകണം, പള്ളി പണിയണം, സ്ഥലം വാങ്ങിച്ച് ഇങ്ങോട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പള്ളി ഉണ്ടാകും. ഇത് ഞാൻ എന്നോട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ ആരും പോയവരല്ല. അങ്ങനെ മാത്രമേ അവിടെ പോയവരല്ല. ഇതൊരിക്കലും ഭദ്രാസനമോ സഭയോ നടത്തുന്നതല്ല. അത് അദ്ദേഹത്തിന് ദൈവത്തിന് വരാൻ ഉപയോഗം കൊടുക്കട്ടെ. ഭൗതികമായൊക്കെ തന്നെ ഉദ്ദേശിക്കും. ദൈവഗുരുവില്ലാതെ ഒരു കാര്യമില്ല. ഏതായാലും നിങ്ങൾ 2 പേർക്കും നിങ്ങളുടെ പിതാവിനെ ശുശ്രൂഷിക്കുക. അമ്മയോടൊപ്പം അതിനൊരു ഭാഗ്യം ദൈവമുണ്ടാകും. ചില ദൂരെയാണെങ്കിൽ വന്ന് കാണാൻ അനുഭവപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് വിടവാങ്ങാനായത് ഒരു വലിയ സംഖ്യയായിട്ട് ഞാൻ കാണും. ഒരു അനുഗ്രഹം നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് ഇനി ഫ്രീയായിട്ട് മുൻഗണൻസ് ഒന്നുമില്ലാതെ ദൈവസാന്നിധ്യം അറിയാനും മരണമില്ലായ്മയുടെ പ്രഭാവം എന്നതിൻ്റെ അർത്ഥം നമുക്ക് നമ്മൾ അക്കാഡമിക്കായിട്ടാണ് മനസ്സിലാക്കുന്നത്. മരണമില്ലായ്മയുടെ ഹൃദയങ്ങളുടെ തേജസ് എന്താണെന്ന് അദ്ദേഹം ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നല്ലതുപോലെ പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ട് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ നാമം ഗവൺമെന്റ് എഴുതിവെച്ച് എഴുതു തുടങ്ങാൻ പോകണം. അത് നല്ലവരെയുള്ള അസ്ഥികൾ അറിയി സന്തോഷിക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഉണ്ടാകട്ടെ, കുടുംബത്തോടുകൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ അച്ഛനെ പിതാവിനെ കുറിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാൻ അഭിമുഖി. അദ്ദേഹവും യാതൊരു കമ്പനിയും കൂടാതെ ശാന്തനായി ദൈവം അദ്ദേഹത്തിന് ശുദ്ധന്മാരോടൊപ്പമുള്ള പങ്കും ഓഹരിയും നൽകുന്നത് സാധിക്കട്ടെ. നിങ്ങൾക്കും ആശ്വാസം തരട്ടെ. തുടർന്നും നിങ്ങൾ എവിടെയാണോ അവിടെ അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യം ഉണ്ടായി. ഗുരുവിൻ്റെ ഏത് കാലത്തിരുന്നാലും ആഘോഷം ദൈനംദിന പ്രാർത്ഥനയും നിങ്ങളെല്ലാവരുടെയും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. അദ്ദേഹത്തിന് മഹത്വവും
ഇടവേള